ഗൈസ്, അപ്പോൾ ഇന്ന് ഇവിടുത്തെ ജോർജിയൻ ഫുഡ് എന്തൊക്കെയാണ് അഫോർഡബിൾ ഫുഡ് ഞാൻ 2 തരം ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ജോർജിയയിലെ അഫോർഡബിൾ 2 ഫുഡുണ്ട്. ഇവിടെ മെയിനായിട്ട് കൂടുതൽ ആൾക്കാർ ടൂറിസ്റ്റ് ആണെങ്കിലും ഇവിടെ ഉള്ള ആൾക്കാർ കൂടുതൽ കഴിക്കുന്ന 2 ഫുഡുകളുണ്ട്. അതിനെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും. പിന്നെ അല്ലാതെ ഞാൻ പേരുകൾ പറഞ്ഞു തരാം. ഇവിടുത്തെ അഫോർഡബിൾ എല്ലാം കുറഞ്ഞ വിലയ്ക്ക് ഇവിടെ കഴിക്കാൻ, ചുമ്മാ ആണെങ്കിലും കഴിക്കാൻ പറ്റും. ചുമ്മാ നമുക്ക് പെട്ടെന്ന് വെപ്രാളത്തിലൊക്കെ ക്ലാസ്സിലെ കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ കഴിക്കാം. അതിന് വേണ്ടി പറ്റിയ 2 ഫുഡ് ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. ബാക്കിയൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു തരും. അപ്പോൾ എന്തായാലും ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. ആദ്യത്തെ സാധനം, നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ, എന്നാൽ മാത്രമേ ഫുൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റൂ. അപ്പോൾ ആദ്യത്തെ ഒരു സാധനം ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ കർത്തോപ്പീലി എന്ന് പറയും. കർത്തോപ്പീലി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മളെ ഉരുളക്കിഴങ്ങ് അവിച്ച് വെച്ചിരിക്കുന്ന സാധനമാണ്. എന്നിട്ട് പിന്നെ ഉരുളക്കിഴങ്ങ്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മൈദയാണ് കേട്ടോ. ഇനിയിപ്പോൾ വീറ്റ് ഫ്ലവർ ആണെന്ന് അറിഞ്ഞൂടാ, പക്ഷെ മൈദ ആവാനാണ് ചാൻസ്. നമ്മളെ കടകളിലും ഇതെല്ലാം ഇങ്ങനെ തന്നെ, അതുകൊണ്ട് മൈദയാണ്. പക്ഷേ അഫോർഡബിൾ കഴിക്കാൻ ഇതൊക്കെ ഇവിടെ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇതൊരു നാട്ടിലെ 30-35 രൂപ, ഇവിടുത്തെ 1.5 ലാറി എന്ന് പറയും, അല്ലെങ്കിൽ ഒരു 2 മാക്സിമം പോയാൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫുഡ് ഐറ്റമാണ് ഇത്. ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് എന്ന് പറയാൻ നമ്മളെ പെപ്പർ പൗഡർ, പിന്നെ ചില്ലി, പിന്നെ നമ്മളെ പൊട്ടറ്റോ, ഇതെല്ലാം കൂടെ ഇട്ട് സ്മാഷ് ചെയ്തിട്ട് അവർ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതിൻ്റെ അകത്ത്, ബ്രെഡിൻ്റെ അകത്ത് നമുക്ക് വെച്ച് തരും. ആ സാധനമാണ് ഇത്. ഇതിൻ്റെ റേറ്റ് 2 ജെല്ല്. ഇനി അടുത്ത ഒരു സാധനം കൂടെ ഉണ്ട്, ഇവിടുത്തെ മെയിൻ. ഇത് രണ്ടുമാണ് ഇവിടെ ആൾക്കാർ കൂടുതലും കഴിക്കുന്നത്. അതായത് ഇതിൻ്റെ പേരാണ് ലോബിയാനി എന്ന് പറയും. ഇത് നമ്മളെ കിഡ്നി ബീൻസ് ഉണ്ടല്ലോ, പയർ, വലിയ പയറൊക്കെ ഉണ്ടല്ലോ, അത് വെച്ച് കഴിക്കും. രാജ്മയിലിരുന്ന പയറല്ല, അതാണ് ഈ പയർ. അതുകൊണ്ടുണ്ടാക്കും. അതും സ്മാഷ് ചെയ്ത്, അത് ഉപ്പിട്ട് കുറച്ച് ചില്ലിയൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ അകത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തങ്ങ് വെക്കും. അതാണ് ഈ സാധനം. ഇത് പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇത് നല്ല ഫേമസ് ആണ്. ഇവിടെ ഉള്ളവരെല്ലാവരും കഴിക്കുന്നത് ഇത് തന്നെയാണ്. പിന്നെ ഇത് രണ്ടും ബാക്ക്ഡിലും അവൈലബിൾ ആണ്. പിന്നെ ഫ്രൈഡിൽ 2 ഇല്ല, ഒരെണ്ണം മാത്രം ഫ്രൈഡ് ആണ്. അത് കർത്തോപ്പീലി ഫ്രൈഡും വരുന്നുണ്ട്. അത് നല്ല ടേസ്റ്റാണ്. ഫ്രൈഡ് പിന്നെ എല്ലാം ടേസ്റ്റ് ആണല്ലോ, അതിന് പ്രത്യേകിച്ച് പറയണ്ട. പിന്നെ ഇത് നമ്മളെ നാട്ടിലെ പപ്സ് ഉണ്ടല്ലോ, പപ്സിൽ കിട്ടുന്ന ഒരു മോഡൽ കൂടെ ഉണ്ട് ലോബിയാനിയിൽ വരുമ്പോൾ. പിന്നെ കർത്തോപ്പീലി അതില്ല അല്ലാതെ. പിന്നെ ഇതിൻ്റെ അകത്ത് ബേക്കൺ വെച്ച ഇതുമുണ്ട്. 2ലും ഇല്ലെന്ന് തോന്നുന്നു. ലോബിയാനിയിലുണ്ട് ബേക്കൺ വെച്ചത്, പിന്നെ അല്ലാതെയും കുറേ എന്തൊക്കെയുണ്ട്. ഇത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാനിപ്പം ബേക്കൺ കഴിക്കാത്തതുകൊണ്ട് ഞാനത് എടുക്കാറില്ല. പിന്നെ എന്തായാലും പിന്നെ ഉള്ളത് അവിടെ ഇത് ലോബിയാനിൻ്റെ റേറ്റ് പറഞ്ഞത് 1 ജെല്ല് കൂടെ കൂടും. 2.5, ഇപ്പോൾ 1.5 ആണെങ്കിൽ ചില കടകളിൽ ഇവിടെ 2.5 ലോബിയാനി കിട്ടും. പിന്നെ 3നും കിട്ടും. അതിൽ കൂടുതൽ. ഇതൊക്കെ കഴിച്ചാൽ തന്നെ വയറ് നിറയും. ഇതിൻ്റെ സൈസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇവിടുത്തെ വേറൊരു ഫുഡ് എന്ന് പറയുന്നത് കച്ചാപ്പൂരിയാണ്. ഇത് രണ്ടുകൂടെ ഞാനിപ്പോൾ വാങ്ങിച്ചത്, ഇതാണ് ഞാൻ കഴിക്കുന്നത്, അതുകൊണ്ടാണ് ഇത് കാണിച്ചത്. പിന്നെ കച്ചാപ്പൂരി ഉണ്ട്. കച്ചാപ്പൂരിയും ചീസ് വെച്ചുണ്ടാക്കിയത്, അതിൻ്റെ കൂടെ മുട്ട ഇടുന്ന കച്ചാപ്പൂരി ഉണ്ട്. അത് ചീസും പിന്നെ വേറെ തരം ചീസുള്ള കച്ചാപ്പൂരി, അങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് കച്ചാപ്പൂരികളുണ്ട്. അതും നല്ലതാണ്. ചിലവർ കഴിക്കുന്നവരുണ്ട്, ഞാൻ കഴിക്കാറില്ല. എനിക്ക് ചീസ് അതിലോട് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ കഴിക്കില്ല. അതൊക്കെ നിങ്ങളൊക്കെ ഇവിടെ ടൂറിസ്റ്റൊക്കെ വരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കാരണം ഇതൊക്കെയാണ് അഫോർഡബിൾ. പിള്ളേരായാലും ഇതൊക്കെയാണ് കൂടുതൽ കഴിക്കുന്നത്. ഇപ്പം അറിഞ്ഞൂടാത്ത കുറേ പിള്ളേരും കാണും. അപ്പോൾ അവരെല്ലാം ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യും. കാരണം ഇതൊക്കെയാണ് ഇവിടുത്തെ അഫോർഡബിൾ ഫുഡ്. വേറെ എല്ലാം വില കൂടുതലാണ്, അതുകൊണ്ട് തന്നെ വെറുതെ കഴിക്കാനൊന്നും പറ്റൂല. അപ്പം പിന്നെ വേറെ കുറേ സാധനമുണ്ട്. വാനില ഫില്ല് ചെയ്ത ഒരു ക്രീം പോലെ, ചോക്ലേറ്റും വാനിലയും ഫില്ല് ചെയ്ത ഒരു സാധനം. ഇത് 2ഉം വേറെ ഉണ്ട്. പിന്നെ ബർഗറുണ്ട്. അതൊക്കെ ഇനി എന്താണ് വെച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. ബർഗർ അങ്ങനത്തെ കുറേ ഐറ്റംസ്, ചെറിയ കട. അത് വില കുറവാണ്. 4 ജെല്ല് 5 ജെല്ല് അങ്ങനെയൊക്കെ അതിൻ്റെ അണ്ടറേ വരുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ സാധനങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കഴിച്ചു നോക്കാം. എന്നിട്ട് എന്തായാലും എൻ്റെ അഭിപ്രായം ഇത് ബെസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ച് കഴിക്കും. പിന്നെ മൈദയാണ്. മൈദ ഇപ്പം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത് കഴിക്കില്ല.
കാരണം അല്ലാതെ ഓക്കെയാണ്, 1 ടൈമൊക്കെ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെ കഴിക്കാം. ബിക്കോസ് സ്റ്റുഡൻസിനൊക്കെ ഇതൊക്കെയാണ് പറ്റും. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇതെന്തായാലും നിങ്ങളെന്തായാലും കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ അഭിപ്രായം പറയും. ഇനിയിപ്പോൾ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഓണാക്കി വെച്ചോ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.